ഏറ്റവും പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റുന്നത് നിസ്കാരത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിന് ആദ്യമായി തന്റെ ജീവിതത്തിൽ നിർബന്ധമാക്കിയ കാര്യവും എന്നാൽ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മരണശൈലിയിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിസ്കാരത്തിന് ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു അതിഥി കയറി വന്നപ്പോൾ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിങ്ങൾ ആദ്യമായി നിസ്കരിക്കുന്നുവോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിസ്കരിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോ ആ അതിഥി മറുപടി കൊടുത്തത്, ഞാൻ നിസ്കരിക്കാറില്ല, എനിക്ക് നിസ്കാരത്തെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്ന നായക്ക് ഭക്ഷണം കൊടുത്തിരുന്ന തളികയിൽ ഭക്ഷണം കൊടുത്തു. പിന്നീട് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ ആ മഹദിയോട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ പാത്രത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി അതിന് നായക്ക് പോലും ഭക്ഷണം കൊടുക്കരുതേ. നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ കഴിച്ച പാത്രത്തിൽ ഇനി അതിൽ നായക്ക് പോലും ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഗൗരവമേറിയതാണ്, അതീവ ഗൗരവമേറിയതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഖുർആനിലൂടെ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാവുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കഠിന കഠോരമായ വൈലെന്ന നരകം പ്രത്യേകം ചെയ്തിരിക്കുന്നത്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാലിൽ രോഗം മൂർച്ഛിക്കുകയും അത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ വൈദ്യന്മാര് തങ്ങളുടെ കാല് വെട്ടിമാറ്റാനായി മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയാണ്. ഇങ്ങനെ കാല് വെട്ടിമാറ്റാനായി മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് എന്തെങ്കിലും ലഹരി കുത്തിവെക്കാനായി ആവശ്യപ്പെട്ടപ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി കൊടുത്തത്, നിസ്കാരമാണ് എന്റെ ലഹരി എന്നാണ്, നിസ്കാരത്തെക്കാൾ വലിയ ലഹരി മറ്റൊന്നുമില്ല എന്നായിരുന്നു. ഇങ്ങനെ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കെ എന്റെ കാല് വെട്ടിമാറ്റാനായി മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോ വൈദ്യന്മാര് തങ്ങളുടെ കാല് വെട്ടിമാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, ശക്തമായി പ്രവഹിച്ച രക്തം കാരണത്താൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ബോധം പോവുകയാണ്. ഉടനെ തങ്ങളുടെ മകനും മരിച്ചു പോവുകയാണ്. ബോധം വന്ന തങ്ങളോട് ആദ്യം തന്റെ മകൻ മരിച്ച വിവരം പറയണോ അല്ലെങ്കിൽ തന്റെ കാല് വെട്ടിമാറ്റിയ വിവരം പറയണോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒരു വൈദ്യർ പോയിട്ട് തങ്ങളോട് പറയുകയാണ്, തങ്ങളുടെ മകന് മരിച്ചു പോയിട്ടുണ്ട്. തങ്ങളെ സ്തംഭിച്ചു നിൽക്കുന്ന നാട്ടുകാരെ നോക്കിയിട്ട് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത് ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ് എന്നായിരുന്നു. ഉടനെ മറ്റൊരു വൈദ്യർ പോയിട്ട് തങ്ങളോട് പറയുകയാണ്, തങ്ങളുടെ കാലും വെട്ടിമാറ്റിയിട്ടുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴും മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത് ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ് എന്നായിരുന്നു. സ്തംഭിച്ചു നിൽക്കുന്ന നാട്ടുകാരെ നോക്കിയിട്ട് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്തു പറ്റി തങ്ങളെ, എന്തു പറ്റി എന്റെ ഉർവത്തങ്ങളെ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത് ഇനി എനിക്ക് ദീർഘകാലം നിന്ന് നമസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്ന നിസ്കാരങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തർക്കു സ്വലാത്ത്. നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നതിന് യാതൊരു വിലയുമില്ല. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നമസ്കരിച്ച് തന്റെ കാലിൽ നീര് കെട്ടിയൊഴുകിയപ്പോ അത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോടായി ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലയോ റസൂലേ, എന്റെ റസൂൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലയോ റസൂലേ? പിന്നെന്തിനാണ് എന്റെ റസൂൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തത് അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇത്രയെല്ലാം നിഅമത്തുകൾ ചെയ്തു തന്നിട്ടും ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ എത്ര യാതനകളാണ് അനുഭവിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറക്കപ്പെട്ടത് കള്ളും കൊലയും കഞ്ചാവും നീണ്ടു നിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു. ആ സമൂഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ജീവനോട് കുഴിച്ചു മൂടുന്ന സമൂഹം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചത് കല്ലുകളെ ഏന്തിക്കൊണ്ടുണ്ടായിരുന്ന കുട്ടികളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറുകൊണ്ടിട്ട് ചോര വർണ്ണിച്ചു നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലയോ റസൂലേ, അവരെ ആ കാണുന്ന വലിയ 2 പർവ്വതങ്ങൾക്കിടയിലിട്ട് നശിപ്പിക്കട്ടെയോ റസൂലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തത്, വേണ്ട ജിബ്രീലേ, ചിലപ്പോൾ അവർ സന്മാർഗം സ്വീകരിച്ചേക്കാം, നാളെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചേക്കാം. അങ്ങനത്തെ കാരുണ്യത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇത്രയെല്ലാം നിഅമത്തുകൾ ചെയ്തു തന്നിട്ടും ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിശ്ചയിച്ച നോമ്പുകളും നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായവനായി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇന്ന് ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വല്ല ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.